ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് ബസല എന്നാണ്. അത് നമ്മുടെ നാട്ടിൽ പലതരം പേരൊക്കെ ഉണ്ട്. ഞാൻ ഇതിലൊരു പിങ്ക് കളർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നതും കഴിക്കുന്നതൊക്കെ. ഇതിൻ്റെ പേര് ബസല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് പള്ളിച്ചീര, മലബാർ ചീര, അങ്ങനെയൊക്കെ ഓരോരോ പേരുകളുണ്ട്. ഇതിൻ്റെ പിങ്ക് കളർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഗ്രീൻ കളർ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ കണ്ടതും കഴിച്ചതും. ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു ചീരയാണ് കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മൾ കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. പ്രമേഹ രോഗികൾക്ക്, പിന്നെ വായ്പുണ്ണിന് നല്ലതാണ്. പൊട്ടാസ്യം, സിങ്ക്, അയൺ, അങ്ങനെ ഒട്ടനവധി ആരോഗ്യ ഗുണമുണ്ട് കേട്ടോ ഈ ചീര കഴിച്ചാൽ. ഇവിടെ മിക്ക വീടുകളിലും ഇതെന്തായാലും ഉണ്ട്. അപ്പോൾ ദിവസം കഴിച്ചാലും ഒരൊറ്റ കുഴപ്പമില്ല, നല്ല ആരോഗ്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. മുറിച്ച് വെച്ച് നന്നായി കഴുകിയിട്ട് കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട്. വലിയുള്ളിയും ടൊമാറ്റോയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് 3 വിസിൽ വേവിച്ചെടുക്കണം. അത്ര മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ശേഷം അതിന് ആവശ്യമായ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, മുളക്, മല്ലി, ജീരകം, വെളുത്തുള്ളി, ഒരു നുള്ള് കടുക് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൽ ഓർമ്മയില്ല, എനിക്ക് അരയ്ക്കുമ്പോഴായിരുന്നു ഞാൻ ഇട്ടത്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയതാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നു, നന്നായി വെന്തിട്ടുണ്ട് നമ്മുടെ മസാലൻ്റെ തണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക. നമ്മുടെ മുളകിൻ്റെയും തേങ്ങൻ്റെയും ഒക്കെ സ്മെല്ല് പോകുന്ന വരെ നമുക്ക് എത്രയാണ് അതിൻ്റെ ഗ്രേവി വേണ്ടത് അതുവരെ നന്നായി തിളപ്പിച്ചിട്ട് ഒന്ന് കുറുകി വരുന്ന വരെ നന്നായി തിളപ്പിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫാക്കുക. അതിന് ശേഷം നമുക്ക് അതിൽ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെയാണ് നമ്മുടെ കറി. മസാല കറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തൈര് അതിലൂടെ ആഡ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു അപാര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിക്കാറ്. അതിൻ്റെ തണ്ടൊക്കെ നമ്മൾ മുരിങ്ങക്കായ കഴിക്കില്ലേ, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.